മനുഷ്യർ രചിച്ച ഏത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും ഒരു കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന പുസ്തകമായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇന്ന് അതേ രീതിയിൽ പ്രസക്തവും പ്രചാരത്തിലുമുള്ളതായി നമ്മൾ കാണുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായി കാണുന്ന വിശുദ്ധ ഖുർആൻ, അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ കേൾക്കാറുണ്ട്. ഖുർആൻ മനുഷ്യരചനയാണോ? ആരാണത് എഴുതിയത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണോ? വേറെ ആരെങ്കിലും പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാണോ? ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. വാസ്തവത്തിൽ സത്യസന്ധമായി ഈ ഒരു അന്വേഷണത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയോ മനുഷ്യർ രചിച്ച ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ലോകത്ത് വിവിധ ഭാഷകളിൽ വിവിധ സമൂഹങ്ങളിൽ പ്രചരിച്ച ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആ പുസ്തകം എഴുതിയ ഓദറിൻ്റെ പേര്, ആ ഓദറിൻ്റെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അത് ഇന്നയാളുടെ പുസ്തകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു അവകാശവാദം പോലെ അത് എൻ്റെ രചനയാണ്, എൻ്റെ പുസ്തകമാണ് എന്ന് പറയും. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ഓദറിൻ്റെ പേരില്ല. ഇന്നയാളാൽ എഴുതപ്പെട്ട ഒരു രചനയാണ്, പുസ്തകമാണ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ചേർത്ത് പറയുന്ന ഒരു പരാമർശം, ഒരു ഓദറിനെ നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്നത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ഖുർആൻ എന്നാണ്. അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആ പരിശോധന ഒരു വെല്ലുവിളി സ്വരത്തിൽ, ഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നാം നമ്മുടെ ദാസൻ അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ വസ്തുതയിൽ, അതിൻ്റെ ആ ഒരു അവതരണത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു അദ്ധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. 114 അദ്ധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ ചെറുതും വലുതുമായ 114 അദ്ധ്യായങ്ങളിൽ ഒരു 10 അദ്ധ്യായം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഇതുപോലെയുള്ളൊരു ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. വേണ്ട, ഒരു അദ്ധ്യായമെങ്കിലും, ഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. 280-ലധികം ആയത്തുകളുള്ള സൂറത്തുൽ ബഖറ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം വലിയ അധ്യായമാണ്. എന്നാൽ കേവലം 3 വചനങ്ങളുള്ള അധ്യായവും ഖുർആനിൽ കാണാം. അപ്പോൾ അതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്നതിൽ നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ, അഥവാ സംശയിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് സമർത്ഥിക്കുകയാണ് ആ വെല്ലുവിളിയിലൂടെ. ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ അവകാശവാദം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നതിന് പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യതിരിക്തത, പരിശുദ്ധ ഖുർആനിന് ഒരു കാലപരിധിയില്ല, പരിമിതിയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർ രചിച്ച ഏത് പുസ്തകങ്ങൾ പരിശോധിച്ചാലും ഒരു കാലത്ത് വലിയ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന പുസ്തകമായിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഇന്ന് അതേ രീതിയിൽ പ്രസക്തവും പ്രചാരത്തിലുമുള്ളതായി നമ്മൾ കാണുന്നുണ്ടോ? അതിലെ ഭാഷ പോലും ഇന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതിലെ പ്രയോഗങ്ങളും പരാമർശങ്ങളും ഒക്കെ ആളുകൾക്ക് പഴഞ്ചനും അതേപോലെ തന്നെ കാലഹരണപ്പെട്ടതുമായി തോന്നുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾ പിന്നിട്ടിട്ടാണ്, ആ 1400 വർഷങ്ങളെ അതിജയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇന്നും നിത്യനൂതനത്വം തുളുമ്പുന്ന ഖുർആനിൻ്റെ പരാമർശങ്ങൾ, ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരചനയാണോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് മനുഷ്യരചനയല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതേപോലെ നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് കേട്ടാൽ, വായിച്ചാൽ
അതൊരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ വായിച്ചാൽ, കേട്ടാൽ സ്വാഭാവികമായും ഒരു മടുപ്പും വിരക്തിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം പാരായണം ചെയ്യുന്നുണ്ട്. ഫർദ് നമസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിൻ്റെയും റക്അത്തുകളുടെ എണ്ണമാണ് 17 റക്അത്ത്. അതിൽ ഓരോ സമയത്തും ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നു, ഇമാം ഓതുന്നത് കേൾക്കുന്നു. എന്നിട്ട് അതിനോടൊരു മടുപ്പും ഒരു വിരക്തിയും തോന്നുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും നമ്മളത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മനുഷ്യ രചനയായിരുന്നുവെങ്കിൽ, മനുഷ്യൻ്റെ വാക്കുകളായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഒരു മടുപ്പും അതേപോലെ തന്നെ അവഗണനയുമൊക്കെ അതിനോടുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യരചനകൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ രചയിതാവിൻ്റെ കുറവുകളും ന്യൂനതകളുമൊക്കെ നിഴലിച്ച് കാണാൻ സാധിക്കും. ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ധാരണക്കുറവുണ്ടെങ്കിൽ, അയാൾ മനസ്സിലാക്കി വച്ച ഏതെങ്കിലും തെറ്റായ ആശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ വാക്കുകളിൽ, അയാളുടെ രചനകളിൽ പ്രതിഫലിക്കുക സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പരാമർശങ്ങൾ, ഖുർആനിൻ്റെ വിവരണങ്ങൾ അത്തരം ന്യൂനതകൾക്ക് അതീതമാണ് എന്ന് കാണാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട്, പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായതാണ് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ്റെ ആദ്യ ഭാഗത്തുള്ള പരാമർശങ്ങൾ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം പറയുമ്പോൾ എംബ്രിയോളജിയുടെ, ഭ്രൂണശാസ്ത്രത്തിൻ്റെ ഒരു വിത്ത് പോലുമില്ലാത്ത, അതിൻ്റെ ഒരു ABCD എന്ന് പറയാൻ പോലും തുടക്കം, അങ്ങനെ ഒരു ചിന്തയോ പഠനമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ, തികച്ചും അന്ധവിശ്വാസങ്ങൾ, തെറ്റായ ധാരണകളും ഊഹാപോഹങ്ങളും മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ എത്രമാത്രം കൃത്യവും സത്യവുമായിരുന്നു എന്നുള്ളത് ഇന്ന് ആ വിഷയം പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ജന്മം തുടങ്ങുന്ന ആ ബീജഗണത്തിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് അലക്കയായി, മുളകയായി, അങ്ങനെ മാറി മാറി വരുന്ന ഓരോ ഘട്ടങ്ങളും പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ പദങ്ങളുടെ കൃത്യതയും അതിൻ്റെ ശരിയായ അർത്ഥവും ഉദ്ദേശവുമൊക്കെ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അലക്ക എന്ന് പറഞ്ഞാൽ ഒരു ലീച്ച്, ഒരു അട്ടയെപ്പോലെ ഗർഭാശയ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ഭ്രൂണ വളർച്ചയുടെ ഘട്ടത്തിൽ അതിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ അവസ്ഥയെയും മനസ്സിലാക്കി തരുന്ന ആ പ്രയോഗം എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും, ഖുർആൻ പറഞ്ഞ ഓരോ പരാമർശങ്ങളും പ്രയോഗങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയിലൊക്കെ ഈ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അതിനുശേഷം ലോകം വലിയ ശാസ്ത്രമായി, വലിയ ചിന്തയായൊക്കെ കണ്ട അബദ്ധങ്ങളുടെ ഘോഷയാത്രകൾ പിന്നീടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തൊട്ടു തീണ്ടാത്ത വളരെ കൃത്യവും വ്യക്തവുമായ പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ മനുഷ്യരചനയാണ് എന്ന് പറയുമ്പോൾ വിമർശകർ മുഖ്യമായും മുഹമ്മദ് നബിയുടെ രചനയാണ് എന്നായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ പ്രവാചകൻ്റെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അൻ നബിയുൽ ഉമ്മി, നിരക്ഷരനായ പ്രവാചകൻ എന്നാണ്. അഥവാ അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചിട്ടില്ല, അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ആണ് അത് എങ്കിൽ എങ്ങനെ ഇതുപോലെ അബദ്ധമുക്തമായ, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, ചിന്തകരെ പരിഭ്രമിപ്പിച്ച, ശാസ്ത്രജ്ഞന്മാരെ കൗതുകത്തോടുകൂടി പഠനത്തിലേക്ക് പ്രചോദിപ്പിച്ച പരാമർശങ്ങളും വരികളുമൊക്കെ അതിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറയുന്ന പ്രത്യേകമായ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നൊരു വ്യക്തി എഴുതിയതാണ് എന്ന് സങ്കല്പിക്കുക. സ്വാഭാവികമായും നമ്മൾ എഴുതുന്ന ഒരു പുസ്തകത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ, അതിൻ്റെ വിലയും അംഗീകാരവും പ്രശംസയും ഒക്കെ നാം ആഗ്രഹിക്കും. ലോകം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി, വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു ഗ്രന്ഥം, അതിൻ്റെ രചയിതാവ് ഞാനാണ് എന്ന് പറയാൻ എഴുതിയ ആൾക്ക് സ്വാഭാവികമായും അവകാശവും സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന സംഗതിയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രവാചകൻ അത് പറയാതിരുന്നതോടുകൂടി, അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാത്തതിൻ്റെ പേരിൽ ആ പ്രവാചകന് കിട്ടിയത്
വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ്. അഥവാ ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിലൂടെ അവർക്ക് ആദരവും ബഹുമാനവും കൊടുക്കുന്നതിന് പകരം മക്കയിലെ സ്വന്തം നാട്ടുകാർ, പരിചയക്കാർ, അതേപോലെ തന്നെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ, കുടുംബക്കാരൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ശത്രുവായി കാണുകയും ഒക്കെ ചെയ്തു. നേരെ മറിച്ച് ഇത് ഞാൻ എഴുതിയതാണ് എന്ന് പറയുകയാണെങ്കിലും അവരുടെയൊക്കെ അംഗീകാരവും സ്നേഹവും ബഹുമാനവും ആദരവൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചില്ല എന്നതിലൂടെ സത്യസന്ധത അവർക്ക് അനുഭവിച്ചറിഞ്ഞ ആ പ്രവാചകൻ്റെ കാര്യത്തിൽ അത് മുഹമ്മദ് നബിയുടെ രചനയാണ് എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് അർത്ഥമറിഞ്ഞ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് പറയുന്ന പല വചനങ്ങളും കാണാൻ സാധിക്കും. സ്വാഭാവികമായും അതെങ്കിലും ഒന്ന് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് അനുവാദമോ അവകാശമോ ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യരായ നാമൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ച് മോശമായ ഏതെങ്കിലും ഒരു പരാമർശമോ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അത് പുറം ലോകം അറിയേണ്ട, ആളുകൾ കാണണ്ട എന്നല്ലേ വിചാരിക്കുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ അബസ വത്തവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അന്ധനായ ഒരു സഹാബി കടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ പൗരപ്രമുഖരായ ഖുറൈശി പ്രമാണിമാരായ കുറേ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ ആഗമനത്തിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മുഖം ചുളിച്ചു അയാളെ ഒന്നും വേണ്ട പോലെ ഗൗനിക്കാതെ പുറംതിരിഞ്ഞുപോയി. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ വചനം സൂറത്ത് അബസ എന്ന പേരിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്, അബസ വത്തവല്ല. അദ്ദേഹം മുഖം ചുളിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, അന്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, ആ മനുഷ്യൻ വിശുദ്ധനായി സംസ്കാര സമ്പന്നനായി മാറുകയില്ല എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് അറിഞ്ഞത്? എന്തറിയാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഈ വചനം. അതേപോലെ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു അനുവദിച്ചത് താങ്കൾ എന്തിന് നിഷിദ്ധമാക്കുന്നു? താങ്കൾക്ക് എന്തവകാശം, എന്തധികാരം എന്ന് ചോദിച്ചുകൊണ്ട് തിരുത്തുന്ന സൂറത്തു തഹ്രീമിൻ്റെ വചനങ്ങൾ. ഇങ്ങനെ പല ആയത്തുകളും ആ പ്രവാചകനെ തിരുത്തുന്നത് കാണാൻ സാധിക്കും. സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിമർശകർ പറയുമ്പോൾ ഈ വസ്തുതകൾക്ക് നേരെ അവർ മനഃപൂർവ്വം കണ്ണടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും ആ ദൈവീകത ബോധ്യപ്പെടുവാനുള്ള എമ്പാടും തെളിവുകൾ നിരത്തുകയും ചെയ്തു വച്ചിട്ട് അതിനെ ഒന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി അറിയാനും പഠിക്കുവാനും തയ്യാറാകുന്നതിന് പകരം വില കുറഞ്ഞ അന്ധമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് അവസാനിപ്പിച്ച് ആ ഖുർആനൊന്ന് കയ്യിലെടുക്കാനും പഠിക്കുവാനും ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.